അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റിയാദുസ് സ്വാലിഹീൻ്റെ 18ാമത്തെ ക്ലാസ്സാണ്. ക്ഷമയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത്. അടുത്ത ഹദീസ് നോക്കാം. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ലൈസ ഷദീദു ബിൽ സുറത്തി ഇന്നമാ ഷദീദുല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ അലബി. ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ, നേരെ മറിച്ച് ഇന്നമ ഷദീദുല്ലാഹി യമലിക്കു നഫ്സുഹു ഇൻദൽ അലബി, ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഗുസ്തി നടത്തി വിജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ, മറിച്ച് ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മുത്തഫഖു അലൈഹി. ഇത് ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. അടുത്ത ഹദീസ് നോക്കാം. വഅൻ അബീ സുലൈമാൻ ഇബ്നു സുർദി റളിയല്ലാഹു അൻഹു ഖാല. ബഹുമാനപ്പെട്ട സുലൈമാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു: കുന്തു ജാലിസു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഇരിക്കുകയായിരുന്നു. വറജുലാനി യസ്തയബാനി അഹദഹുമാ ഖദ് ഇഹ്മറ വജുഹു. ആ സമയത്ത് രണ്ടാളുകൾ ശണ്ട കൂടുന്നത് കണ്ടു. വഅഹദഹുമാ ഖദ് ഇഹ്മറ വജുഹു. ആ രണ്ടിൽ ഒരാളുടെ മുഖം വിവർണമായിരിക്കുന്നു. വതഫാത്ത് ഔദാജുഹു. കണ്ടനാടികൾ വീർക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാളുകൾ ശണ്ട കൂടുകയാണ്. ഒരാളുടെ മുഖം ചുവന്നിട്ടുണ്ട്, അതുപോലെ കണ്ടനാടികളൊക്കെ വീർക്കുകയും ചെയ്തിട്ടുണ്ട്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇന്നി ലാ അഅ്ലമു കലിമത്തു ലൗ ഖാലഹ അൻഹുമാ യജിബു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്: എനിക്ക് ചില വചനങ്ങൾ അറിയാം. അത് ആ ദേഷ്യം പിടിക്കുന്ന ആള് പറയുകയാണെങ്കിൽ അവൻ്റെ കോപം ശമിക്കുന്നതാണ്. ലൗ ഖാല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു: ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ദഹബ അൻഹുമാ യജിബു. ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ടു ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കോപം നീങ്ങുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഫഖാല ലഹു. അപ്പോൾ ഇത് കേട്ടതായ സഹാബികൾ അദ്ദേഹത്തിനോട് പറഞ്ഞു: ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാല. നബി തങ്ങൾ പറഞ്ഞു: തഹവ്വദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടാൻ വേണ്ടി നിന്നോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നബി തങ്ങളുടെ അടുത്തു നിന്ന് കേട്ടുനിന്ന സഹാബികൾ ആ മനുഷ്യനോട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം അടക്കാനുള്ള മാർഗമാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കോപം നമ്മിൽ ഉണ്ടാക്കുന്നത് ശൈത്താനാണ്. ആ കോപം അടക്കാനുള്ള മാർഗമാണ് ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഷെറിൽ നിന്നും കാവലിനെ തേടുക എന്നത്. ഈ ഹദീസ് മുത്തഫഖു അലൈഹിയാണ്. അടുത്ത ഹദീസ് നോക്കാം. വഅൻ മുആദ് ബിനു അനസ് റളിയല്ലാഹു അൻഹു അന്നൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. കാല. നബി തങ്ങൾ പറഞ്ഞു: മൻ കലമ ഇല്ലാ വഹുവ ഖാദിർ അലാ അൻ യുൻഫിദുഹു ദഅഉല്ലാഹി സുബ്ഹാനഹു വതആല അലാ റഊസിൽ ഖലായികി യൗമൽ ഖിയാമ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്: മൻ ഖലമൽ അല. ഒരുത്തൻ കോപം അടക്കി ഏത് സ്ഥിതിയിൽ? വഹുവ ഖാദിറും അലാ അൻ യുൻഫിദഹു. പ്രതികാരത്തിന് അവന് കഴിവുള്ളവനാണ്. പ്രതികാരത്തിന് കഴിവുണ്ടായിരിക്കെ ഒരുത്തൻ കോപം അടക്കിയാൽ ദഅഉല്ലാഹി സുബ്ഹാനഹു വതആല അലാ റഊസിൽ ഖലായികി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ വിളിക്കുന്നതാണ്. ജനമധ്യത്തിലേക്ക് അള്ളാഹു അവനെ വിളിക്കുന്നതാണ്. ഏതുവരെ? ഹത്താ യഹയ്യിറുഹു മിൻ ഹൂരിൽ
ഹീനി മാഷാ, നിനക്കിഷ്ടപ്പെട്ടതായ സ്വർഗീയ സുന്ദരികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. പരലോകത്തെ ജനമധ്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആ വ്യക്തിയെ വിളിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ദേഷ്യം പിടിച്ചു. അദ്ദേഹത്തിന് പ്രതികാരത്തിന് ശക്തിയുമുണ്ട്. എന്നിട്ട് ആ കോപത്തിനെ ഒരുത്തനെ അടക്കിയാൽ അവൻ ആഖിറത്തിൽ വലിയ സ്ഥാനമാണ് ലഭിക്കുന്നത്. ഇത് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അടുത്ത ഹദീസ് നോക്കാം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുല കാല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ തൊട്ട് നിവേദനം. അന്ന റജുലൻ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഔസിനി, എന്നെ ഒന്ന് ഉപദേശിക്കണം, അങ്ങ് എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് ആവശ്യപ്പെട്ടു. കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഫറദ്ദമിറാറ, ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആവശ്യം പലതവണ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യണേ, എന്നെ വീണ്ടും വീണ്ടും അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞ സമയത്ത് കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഇത് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത കാല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി അത്തിയാത്ത്. സത്യവിശ്വാസിയായ പുരുഷന് സത്യവിശ്വാസിയായ സ്ത്രീ അവർക്ക് സ്വന്തം ശരീരത്തിലും സന്താനത്തിലും സമ്പത്തിലും ശരീരത്തിലും എല്ലാത്തിലും ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കാരണം അദ്ദേഹത്തിന് പാപങ്ങളൊന്നുമില്ലാത്തവരായിട്ട് അവർ അള്ളാഹുവിനെ സന്ദർശിക്കുക തന്നെ ചെയ്യും. മാ യസാലുൽ ബലായി ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി, മുഅ്മിനായ പുരുഷൻ മുഅ്മിനായ സ്ത്രീ അവർക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഫി നഫ്സിഹി വ വലദിഹി വ മാലിഹി, അവരുടെ സമ്പത്തിൽ ശരീരത്തിൽ മക്കളിൽ എല്ലാത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി അത്തിയാത്ത്, അത് കാരണമായി അവർ അള്ളാഹുവിനെ ദർശിക്കും. എങ്ങനെ? പാപങ്ങളൊന്നുമില്ലാത്തവരായിട്ടാണ് അള്ളാഹുവിനെ അവർ ദർശിക്കുക. അപ്പോൾ ശരീരത്തിലും സമ്പത്തിലും സന്താനങ്ങളിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസം സഹിച്ചത് കാരണമായി നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യാതൊരു പ്രയാസവും അവർക്ക് ഉണ്ടാവുകയില്ല, യാതൊരു പാപവും ഉണ്ടാവുകയില്ല. പാപവുമില്ലാതെ ആയിരിക്കും അള്ളാഹുവിനെ അവർ ദർശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിലൂടെയൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചത്, നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ മഹത്വം, വലിയ കൂലി നമുക്ക് നൽകും എന്നാണ് ഇതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.